ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കെംദാക്കാലം 4-ാം ഞായർ. ഉത്ഥിതനായ യേശു ശിക്ഷഗണത്തിന് വീണ്ടും പ്രത്യക്ഷനാകുന്നു. ജെറുസലേമിൽ ഉണ്ടായിരുന്ന 11 പേരും അവരോടൊപ്പമുള്ള മഹാശിക്ഷഗണവും എമ്മാവൂസിൽ നിന്ന് തിരികെ ജെറുസലേമിൽ വന്ന ശിഷ്യരും ഉത്ഥിതന് സാക്ഷിയാകുന്ന പ്രത്യക്ഷപ്പെടൽ. നമ്മുടെ കർത്താവിൻ്റെ കുരിശ് കണ്ടെത്തലിൻ്റെ ഓർമ്മ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അൽമായ ദിനമായി കൊണ്ടാടുന്ന ദിവസം. ഇന്നത്തെ വിചിന്തനത്തിനുള്ള തിരുസഭാ സുവിശേഷ ചിന്ത വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങളാണ്. അവർ ഇത് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവീൻ. എന്നെ സ്പർശിച്ച് നോക്കുവീൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷ ആധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങളിവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവീൻ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ. ഉത്ഥിതനായ യേശുവിൻ്റെ പ്രത്യക്ഷീകരണവും അരുളപ്പാടും ശിഷ്യസമൂഹത്തെ സ്ഥിരീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. കണ്ണുകൾ കണ്ടതും ചെവികൾ കേട്ടതും കരങ്ങൾ സ്പർശിച്ചതുമായ ക്രിസ്താനുഭവം പങ്കുവയ്ക്കുന്ന ക്രിസ്തീയ കൂട്ടായ്മ. ക്രിസ്താനുഭവം പങ്കുവയ്ക്കുന്നവരുടെയും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നവരുടെയും മധ്യേ ഉത്ഥിതനായ യേശു വീണ്ടും പ്രത്യക്ഷനായി. സമാധാനത്തിൻ്റെ പ്രവാചകനായി അസ്വസ്ഥരും ഭയചകിതരുമായവരെ യേശു സന്ദർശിച്ചു. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള ശിഷ്യസമൂഹ മധ്യേ പ്രത്യക്ഷനായവൻ നിങ്ങൾക്ക് സമാധാനം എന്ന് ആശംസിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് ആദ്യം സമാധാനം ആശംസിക്കണമെന്ന് പ്രേക്ഷിത ശിഷ്യരെ പഠിപ്പിച്ചവൻ ദൈവഭവനത്തിൽ സമാധാനം ആശംസിച്ചു. ഉത്ഥിതനെ പൊടുന്നനെ കാണുകയും സമാധാന ആശംസ ശ്രവിക്കുകയും ചെയ്ത അസ്വസ്ഥ ഹൃദയർ ഭയന്ന് വിറച്ചു, അഥവാ ഞെട്ടുകയും ഭയചകിതരാവുകയും ചെയ്തു. ഭയചകിതരായി എന്നത് ദൈവിക പ്രത്യക്ഷീകരണത്തിനു മുൻപിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ആദ്യ പ്രതികരണമാണ്. തങ്ങൾ ഒരു ഭൂതത്തെയാണ് കാണുന്നതെന്ന് അസ്വസ്ഥ ഹൃദയർ വിചാരിച്ചു. സംശയഹൃദയത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഉയരുന്നു. ഹൃദയങ്ങൾ ശോധന ചെയ്യുന്ന ദൈവം ശിഷ്യരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നതും
നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവീൻ. ക്രൂശിതൻ്റെ കൈകാലുകളിലും പാർശ്വത്തിലും പീഡാസഹന രഹസ്യങ്ങൾ വെളിവാക്കുന്ന പാടുകളുണ്ട്. ഉത്ഥിതനെ തിരിച്ചറിയുന്നതിന് യേശു അസ്വസ്ഥ ഹൃദയങ്ങളെയും സംശയാലുക്കളെയും തൻ്റെ പീഡാസഹന രഹസ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ആണിപ്പഴുതുകളും പാർശ്വത്തെ മുറിവും സ്പർശിച്ചു നോക്കി ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും അളക്കാൻ ആവശ്യപ്പെടുന്നു. കുരിശിലെ മരണം ആരെയും അത്ഭുതപ്പെടുത്തുന്ന ദൈവസ്നേഹമാണ്. മാംസവും അസ്ഥിയും ഉത്ഥിതനായ യേശുവിൻ്റെ മനുഷ്യത്വത്തിലുള്ള അവിടുത്തെ ഭാഗഭാഗത്വത്തെയും സൂചിപ്പിക്കുന്നു. കൈകളും കാലുകളും മാംസവും അസ്ഥിയും സമാന്തര ശൈലികളാണ്. ക്രൂശിതനായ യേശു തന്നെ ഉത്ഥാനത്തിൻ്റെ മഹത്വീകൃത ശരീരത്തിലും മനുഷ്യ ശരീരത്തോടെ പ്രത്യക്ഷനാകുന്നു. അസ്വസ്ഥതകളുണ്ട്, സംശയ നിഴലുകളുണ്ട്, ഭൂതത്തെക്കുറിച്ചുള്ള ഭയപ്പാടുകളുണ്ട്, അനേകം ചോദ്യങ്ങൾ ഉയരുന്നു. സാക്ഷാൽ ഉത്ഥിതനായ യേശു കൈകളിലെയും കാലുകളിലെയും ആണിപ്പാടുകൾ കാണിച്ചു തരുന്നു, സ്പർശിച്ചു നോക്കാൻ ആവശ്യപ്പെടുന്നു. ശിഷ്യ സമൂഹം സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകൾ ക്രിസ്തു ശിഷ്യർക്ക് എന്നും ഉത്ഥിതനിൽ വിശ്വാസമർപ്പിക്കാനുള്ള ധ്യാന ചിന്തയാണ്. ശൂന്യമായ കല്ലറ കണ്ട സ്ത്രീകൾ ഉയിർപ്പ് വാർത്തയ്ക്ക് മുൻപിൽ അവിശ്വസിച്ചതുപോലെ കല്ലറയിൽ നിന്ന് തിരികെ വന്ന പത്രോസിൽ നിറഞ്ഞു നിന്ന വിസ്മയം പോലെ ശിഷ്യസമൂഹത്തിൻ്റെ വൈകാരിക പ്രതികരണം കണ്ടിട്ട് യേശു ചോദിച്ചു. ലൂക്കാ 24:41, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ശിഷ്യർ കൊടുത്ത ഒരു കഷണം വറുത്ത മീൻ ഭക്ഷിക്കുന്ന യേശു വെളിപ്പെടുത്തുന്നത് താൻ സത്യമായും ഉയിർത്തെഴുന്നേറ്റ യേശുവാണെന്നാണ്, ക്രൂശിതനായ മെശിഹായാണെന്നാണ്. മനുഷ്യാവതാരം ചെയ്ത ദൈവവചനം ശരീരത്തോടെ ശിഷ്യരോടൊത്തു ജീവിച്ച യേശു, ക്രൂശിതനായ മെശിഹ ശരീരത്തോട് ഉത്ഥാനം ചെയ്തിരിക്കുന്നു. ഉത്ഥിതനായ യേശു ദൈവരാജ്യ വിരുന്നിൽ ശിഷ്യരോടൊത്ത് സന്നിഹിതനാകുന്നു. ഹീബ്രു ബൈബിളിനെ 3 ഭാഗങ്ങളായി യഹൂദർ വിഭജിച്ചിരുന്നു. മോശയുടെ നിയമം, പ്രവാചക ഗ്രന്ഥങ്ങൾ, സങ്കീർത്തനങ്ങൾ അഥവാ വിശുദ്ധ ലിഖിതങ്ങൾ. വിശുദ്ധ ലിഖിതങ്ങളിലെ 1ാമത്തെ ഗ്രന്ഥവും യഹൂദർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഗ്രന്ഥവും സങ്കീർത്തനങ്ങളാണ്. ആയതിനാലാണ് ലിഖിതങ്ങൾ എന്ന വിഭജനത്തിന് പകരം സങ്കീർത്തനങ്ങൾ എന്ന് ഇവിടെ ചേർത്തിരിക്കുന്നത്. പത്രോസും പൗലോസും യേശുവിൻ്റെ പീഡാസഹന ഉത്ഥാന രഹസ്യങ്ങൾ വ്യാഖ്യാനിക്കുന്നത് വിശുദ്ധ ലിഖിതങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ലൂക്കാ 31 പ്രാവശ്യം സങ്കീർത്തനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. യേശുവാണ് തിരുഗ്രന്ഥത്തിൻ്റെ തോറ മുഴുവൻ്റെയും സാരം. ഉത്ഥിതനായ യേശു തിരുലിഖിതങ്ങൾ ഉദ്ധരിച്ച് അവയുടെ പൂർത്തീകരണം യേശുവിൽ സാധ്യമായി എന്ന് ശിഷ്യസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. ഉത്ഥിതനോടൊപ്പം തിരുലിഖിതങ്ങൾ പഠിച്ച് ധ്യാനിക്കുന്ന ശിഷ്യസമൂഹം സ്വയവിശുദ്ധീകരണത്തിനും വിശ്വാസ സ്ഥിരതയ്ക്കുമായി ദൈവവചനം നിത്യജീവിതത്തിലെ പഠനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വിഷയമാവണം. ക്രിസ്തു രഹസ്യങ്ങൾ സുഗ്രാഹ്യമാകുന്നതിന് തിരുവചനം പഠിക്കണം, പ്രാർത്ഥിക്കണം. വിശ്വാസ സ്ഥിരതയ്ക്കും ക്രിസ്തീയ സാക്ഷ്യത്തിനും വചനം പഠിക്കണം, ദൈവവചനം പഠിക്കണം, പ്രാർത്ഥിക്കണം. പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവവചനമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അനുവർത്തനമായി മാറുന്നത്. പ്രവൃത്തി തേടുന്ന വിശ്വാസം ദൈവവചനം പഠിക്കുന്നതിൻ്റെയും പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഫലപ്രാപ്തിയാണ്. ജീവിക്കുന്ന ദൈവവചനമാണ് ക്രൈസ്തവ വിശ്വാസം.
മനുഷ്യാവതാരം ചെയ്ത ദൈവവചനം ഇന്നും ജീവിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം തുടരുന്ന തിരുസഭ. തിരുഗ്രന്ഥത്തിൽ യേശുവിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളവയുടെയും പ്രവചന പൂർത്തീകരണമായി യേശു പറഞ്ഞിട്ടുള്ളവയുടെയും പൂർണ്ണത പ്രത്യക്ഷപ്പെടലിലൂടെ നിവർത്തിയാകുന്നു. യേശുവിനെക്കുറിച്ചുള്ള ദൈവപിതാവിൻ്റെ ഹിതം പൂർത്തിയാകുന്നു എന്ന് വിശുദ്ധ ലിഖിത വ്യാഖ്യാനത്തിലൂടെ യേശു ശിഷ്യസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ ദൈവകൃപ ആവശ്യമാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്കവിധം ഉത്ഥിതനായ യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 25-ാം തിരുവചനം. പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങൾ എഴുതപ്പെട്ട തിരുലിഖിതങ്ങളിൽ നിന്ന് യേശു വ്യാഖ്യാനിച്ചു നൽകി. ദൈവവചന വ്യാഖ്യാനം ശ്രോതാവിൽ ഇവിടെ 3 കാര്യങ്ങൾ സാധ്യമാക്കുന്നു. 1, ഉത്ഥിതനായ യേശുവിനുള്ള വിശ്വാസ സ്ഥിരീകരണം. 2, പാപമോചനത്തിനുള്ള അനുതാപം. 3, ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളിലും എത്തിച്ചേരേണ്ട പ്രേക്ഷിത ശുശ്രൂഷ. ശിഷ്യന്മാരോടായി ഉത്ഥിതനായ യേശു പറഞ്ഞു, നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. കണ്ടും കേട്ടും സ്പർശിച്ചും അറിഞ്ഞ വിശ്വാസ സാക്ഷ്യമാണ് തിരുസഭയുടെ അപ്പോസ്തോലിക അടിത്തറ. ഞാനും നിങ്ങളും അപ്പോസ്തോലിക വിശ്വാസം തിരുസഭയിലൂടെ ഏറ്റുപറയുന്നു. ആദ്യം മുതലുള്ള ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകരാണ് അപ്പോസ്തോലന്മാർ. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ശിഷ്യർക്കോ അപ്പോസ്തോലന്മാർക്കോ പോലുമോ വിശ്വസിക്കാൻ എളുപ്പമായിരുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 11-13 തിരുവചനങ്ങൾ. മഗ്ദലേന മറിയത്തിൻ്റെയും എമ്മാവു ശിഷ്യന്മാരുടെയും സാക്ഷ്യങ്ങൾ അവർ വിശ്വസിച്ചു. മർക്കോസ് 16-ാം അധ്യായം 14-ാം തിരുവചനം. വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും യേശു ശാസിച്ചു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 25-ാം തിരുവചനം. ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്ന് യേശു അവരെ അഭിസംബോധന ചെയ്തു. യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും ശിഷ്യസമൂഹത്തെ വല്ലാതെ തളർത്തി. യേശുവിൻ്റെ ഉത്ഥാനവും പ്രത്യക്ഷപ്പെടലും യേശു ശിഷ്യരിൽ വിശ്വാസവും വിസ്മയവും സന്തോഷവും ഉളവാക്കി. ശൂന്യമായ കല്ലറയും ഉത്ഥിതനായ യേശുവിൻ്റെ തുടർച്ചയായ പ്രത്യക്ഷീകരണവും ഉത്ഥാന രഹസ്യങ്ങളെ ഇന്നും വിശദീകരിക്കുന്നു. ഉത്ഥിതനെ ആദ്യം കണ്ടതും അപ്പോസ്തോലന്മാരെ ഉത്ഥാന വാർത്ത അറിയിക്കാൻ നിയുക്തയായതും അപ്പോസ്തോലന്മാരുടെ അപ്പോസ്തോല എന്നറിയപ്പെടുന്ന മഗ്ദലേന മറിയമാണ്. പത്രോസ് പ്രധാന അപ്പോസ്തോലൻ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയാണ്. അപ്പോസ്തോലന്മാർ ഉത്ഥിതനായ യേശുവിൻ്റെ സാക്ഷികളാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 34-ാം തിരുവചനം. ജെറുസലേം ശിഷ്യസമൂഹം കർത്താവ് സത്യമായും ഉയിർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. കൊരിന്തോസ്യർക്കുള്ള 1-ാം ലേഖനം 15-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ കേഫായിക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി എന്ന് പൗലോസ്ലീഹ എഴുതുന്നു. ഉത്ഥിതനെ കണ്ടതാണ് തൻ്റെ അപ്പോസ്തോലികതയുടെ തെളിവെന്ന് വിശുദ്ധ പൗലോസ് നിരന്തരമായി അവകാശപ്പെടുന്നു. ഉത്ഥിതൻ്റെ ദർശനം വിശുദ്ധ പൗലോസിലുണ്ടാക്കിയ ജീവിതമാറ്റവും പ്രേക്ഷിത തീഷ്ണതയും വീണ്ടും വീണ്ടും പഠിക്കപ്പെടേണ്ടതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഉത്ഥാന മഹിമയിൽ പങ്കാളിയാകാമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. ക്രിസ്തു ശിഷ്യർ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. ക്രിസ്തുവിൻ്റെ സഹനത്തിലും ഉത്ഥാനത്തിലും പങ്കുപറ്റുകയെന്നാൽ അവൻ്റെ എല്ലാ അവകാശങ്ങളിലും പങ്കുപറ്റുകയെന്നാണ് അർത്ഥം. ദൈവമക്കളും സൃഷ്ടപ്രപഞ്ചവും ക്ഷയിക്കാത്ത ജീവൻ്റെ
ഒരേ ലക്ഷ്യത്തിനായി അഭിലഷിക്കുന്നു. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവമക്കളുടെ മഹത്വപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് മോചിതമാകുന്നത് ഉത്ഥാന രഹസ്യങ്ങളിലൂടെയാണ്. ദൈവമഹത്വത്തിൽ പങ്കുചേരാനുള്ള പ്രത്യാശ, മനുഷ്യ നേത്രങ്ങൾക്ക് അദൃശ്യമായ പ്രത്യാശ, ഉത്ഥിതനിലുള്ള വിശ്വാസം കൊണ്ട് കാണാനും നേടാനും കഴിയുന്നതാണ്. ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ട സുവിശേഷം ഉത്ഥിതനായ യേശു അപ്പോസ്തലന്മാരിലൂടെ തിരുസഭയെ ഫലമേൽപ്പിക്കുന്ന പ്രേക്ഷിത ദൗത്യമാണ്. ഉത്ഥിതന് സാക്ഷികളായ അപ്പോസ്തലന്മാർ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളിലും എത്തിച്ചേരേണ്ട യേശുനാമത്തിലുള്ള പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ശുശ്രൂഷകരാണ്. ഒന്ന്, ക്രിസ്തു കേന്ദ്രീകൃത തിരുവചനം പ്രഘോഷിക്കപ്പെടണം. രണ്ട്, പാപമോചനത്തിനുള്ള മാനസാന്തരം പ്രഘോഷിക്കപ്പെടണം. മൂന്ന്, യേശു നാമത്തിൽ പ്രഘോഷിക്കണം. നാല്, പ്രഘോഷണം ജെറുസലേമിൽ ആരംഭിക്കണം. യേശു രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയിടത്തു നിന്ന് ശിഷ്യന്മാർ പ്രേക്ഷിത ദൗത്യം ആരംഭിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം തിരുവചനം, സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിൻ്റെ വചനവും പുറപ്പെടും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-2 അധ്യായങ്ങൾ ജെറുസലേമിനെ കേന്ദ്രമാക്കിയുള്ള പ്രഘോഷണ വിവരണങ്ങളാണ്. എല്ലാ ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. കാരണം സകല ജനവും ദൈവത്തിൻ്റെ രക്ഷ കാണുമെന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 48-ാം തിരുവചനവും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനവും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനും യേശുവിൽ പൂർത്തിയായ രക്ഷാകര സംഭവങ്ങൾക്കും ദൃക്സാക്ഷികളായ ശിക്ഷഗണത്തെ യേശു തനിക്ക് സാക്ഷികളാവാൻ നിയോഗിച്ചു. സാക്ഷികളാവാൻ മർത്തിയൂർ ഉപയോഗിച്ചു, അവരെ നിയോഗിച്ചു. ലൂക്ക 1-ാം അധ്യായം 2-ാം തിരുവചനം, വചനത്തിൻ്റെ ശുശ്രൂഷകരാകാൻ നിയോഗിച്ചു. യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർ യേശുവിൻ്റെ സാക്ഷികളാണ്. സാക്ഷികളാകുന്നവർക്കുള്ള ദൈവപിതാവിൻ്റെ വാഗ്ദാനമാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. അത്യുന്നതൻ്റെ ശക്തിയാൽ ജനിച്ചവനാണ് ദൈവപുത്രനായ യേശു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൈവപിതാവിൻ്റെ വാഗ്ദാനമാണ്, പരിശുദ്ധാത്മശക്തിയാണ്. പിശാചിനെ പരാജയപ്പെടുത്താനും സാക്ഷ്യം നൽകാനുമുള്ള ശക്തി പരിശുദ്ധാത്മശക്തിയാണ്. പിതാവിൻ്റെ വാഗ്ദാനം ഗ്രീക്കിൽ എവങ്കേലിയ എന്ന വാക്ക് അബ്രഹാം മുതലുള്ള വാഗ്ദാനത്തെ അനുസ്മരിപ്പിക്കുന്നു. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വാഗ്ദാനം പരിശുദ്ധാത്മ വാഗ്ദാനമാണ്. പ്രേക്ഷിത പ്രവൃത്തിക്കുള്ള സുവിശേഷ പ്രഘോഷണത്തിനുള്ള ദൈവപിതാവിൻ്റെ വാഗ്ദാനമാണ്. ദൈവാത്മാവിനെ വർഷിക്കുമെന്നത് പഴയ നിയമത്തിലെ വാഗ്ദാനമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം തിരുവചനം, നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. എസെക്കിയേൽ 36-ാം അധ്യായം 26-ാം തിരുവചനം, നിങ്ങളെ ഞാൻ നിർമ്മലമാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 തിരുവചനങ്ങൾ, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഗലാത്യക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 14-ാം തിരുവചനം, അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. എഫേസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 13-ാം തിരുവചനം,
രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നതുവരെ ജെറുസലേമിൽ തന്നെ വസിക്കുക. രക്ഷാകര കർമ്മം പൂർത്തിയായ ജെറുസലേം പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കേന്ദ്രമാണ്. സ്വർഗീയ ജെറുസലേമായ ദേവാലയം ഉന്നതത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാനുള്ള ദൈവ സാമീപ്യത്തിൻ്റെ ഇടമാണ്. 1 ദിനവൃത്താന്തം 12-ാം അധ്യായം 18-ാം തിരുവചനം. 30 പേരുടെ തലവനായ അമാസിയയെ സംസാരിക്കാൻ പ്രാപ്തനാക്കിയത് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാണ്. 30 പേരുടെ തലവനായ അമാസിയ ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിൻ്റേതാണ്. ജെസ്സിയുടെ പുത്ര, ഞങ്ങൾ നിന്നോട് കൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം, നിന്റെ സഹായകർക്കും സമാധാനം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഏലിയ സ്വർഗാരോഹണം ചെയ്തപ്പോൾ തൻ്റെ മേലങ്കി ഏലീശായ്ക്ക് നൽകി. ഏലീശായ്ക്ക് ഇരട്ടി ശക്തിയോടെ പ്രവർത്തിക്കാൻ തൻ്റെ ആത്മാവിനെ നൽകി. പിന്നീടുള്ള ഏലീശായുടെ പ്രവർത്തനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. യേശുവിൻ്റെ ശിഷ്യഗണം അപ്പോസ്തലന്മാരും മഹാശിഷ്യഗണവും മഹാനഗരമായ ജെറുസലേമിൽ വസിച്ച് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കേണ്ടവരും പ്രേക്ഷിത പ്രവർത്തന സജ്ജരാകേണ്ടവരുമാണ്. അൽമായർ യേശുവിൻ്റെ വിശാല ശിഷ്യഗണമാണ്. ജെറുസലേമിൽ വസിക്കണം, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കണം, യേശുവിൻ്റെ പ്രേക്ഷിതരായി ഉണർന്നെഴുന്നേൽക്കണം. രക്ഷയുടെയും ജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അടയാളമായ നമ്മുടെ കർത്താവിൻ്റെ കുരിശ് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.